ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോഷ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ലിവർ വെച്ചിട്ട് ഒരു ടേസ്റ്റി ഡിഷാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചീൻചട്ടി അയണിൻ്റെ ആണ്. അതിലോട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് പച്ചമുളക് ഇടാം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ചോപ്പ് ചെയ്ത ഒനിയൻസ് ഇടാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതെ നോക്കണം, നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. സവോള ഇന്ന് നന്നായിട്ട് സോട്ടാവണം. അതിനുശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്യാം. തക്കാളിയും ഇതേപോലെ നന്നായി സോട്ടായിട്ട് വരണം. അതിനുശേഷം നമുക്ക് അല്പം കറിവേപ്പില ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ വറുത്ത് പൊടിച്ച പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്തെടുക്കണം. പൊടികളുടെയൊക്കെ ഒന്ന് പച്ച മണം പോയതിന് ശേഷം നമുക്കിതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ലിവർ ഇട്ട് കൊടുക്കാം. ലിവർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ നല്ലപോലെ അതിൽ പിടിക്കണം. അതുവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതിനുശേഷം നമുക്കൊന്ന് ലിഡ് വെച്ചിട്ട് അടച്ചു വയ്ക്കാം. മസാല ഒന്ന് പിടിച്ച് നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലിവറൊക്കെ വെന്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മുട്ട ഒഴിക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി അടിയോടെ ഇളക്കി കൊടുക്കണം. എന്നാലാണ് ഈ മുട്ടയും എല്ലാം ലിവറിലും എല്ലാത്തിലും പിടിക്കുകയുള്ളൂ. അപ്പം നന്നായിട്ട് ഇതേപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കുത്തി കുത്തി ഉടയ്ക്കണം. എന്നാലാണത് ഉടയുള്ളൂ. ഇനി നമുക്കതിൽ അല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നേരത്തെ ഞാൻ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് മല്ലിച്ചപ്പ് ഇടാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ലിവർ എഗ് ബുർജിയ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഗൈസ്, എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, ഡെലീഷ്യസ് ആണ്. സോ പ്ലീസ് എൻ്റെ ചാനലിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് എനിക്കിപ്പോൾ. അതുകൊണ്ട് ഈ ചാനലൊന്ന് വളരാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടേക്ക് കെയർ, ബൈ, സീ യു.